പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ എങ്ങനെ ചിക്കൻ 65 വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്കപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ 65 തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഈ ചിക്കൻ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചിക്കന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചതിന് ശേഷം കഴുകിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വല്ലാതെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നില്ല, ഒരു മീഡിയം സൈസ് പീസുകളാക്കിയിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിക്കന് നമ്മളിപ്പോൾ ഇവിടെ ചെറിയ പീസാക്കിയിട്ട് എല്ലാവരും മുറിച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിലും നമുക്ക് ചിക്കൻ ഇതേപോലെ മീഡിയം സൈസ് പീസാക്കിയിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ചിക്കൻ 65 തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മീറ്റ് മസാല പൗഡർ അല്ലെങ്കിൽ ചിക്കൻ മസാല 1/2 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ തന്നെ എടുത്ത് കൊടുക്കുക. പിന്നെ ഇത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിന് പകരം മൈദ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം തൈരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൈരല്ല, ശരിക്കും ഇത് മോരായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മോര് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരിന് പകരം മോരോ അല്ലെങ്കിൽ തൈരോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കന് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് 2-3 മണിക്കൂർ ആണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഞാനിവിടെ 1/2 മണിക്കൂർ പുറത്ത് തന്നെ നല്ലപോലെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കണമെന്ന് വെച്ചാൽ നമ്മളിത് പുറത്ത് വെച്ചാൽ മതി. നമ്മൾ നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം പുറത്ത് വെച്ചിട്ടും നമുക്കിത് വേഗം ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് ഓയിലിലും ചെയ്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈയിൽ ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഇനി നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ച് എല്ലാവരും മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് തിക്കിയിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കണ്ട. നമ്മൾ 2-3 ബാച്ചായിട്ട് നമ്മളിത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏതായാലും ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കി തിരക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റായിട്ട് മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ പുറം ഭാഗം വേഗം കരിയും, ഉള്ളിൽ വേണ്ടത്ര വെന്തുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണമെന്നില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏതായാലും ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മൾ ഇത് സാധാരണ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം പൊരിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക. പിന്നെ ഇത് എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കരുത്. നമ്മൾ സാധാരണ ചിക്കന് പൊരിക്കണ പോലെ തന്നെ നമ്മൾ ഒന്നൊന്നായിട്ട് മറിച്ചിട്ടിട്ട് പൊരിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം ചിക്കനൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ അളവിലുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ട് നിൽക്കും.
അതേപോലെ തന്നെ നമ്മൾ മൈദയാണ് കോൺഫ്ലോറിന് പകരം ചേർക്കുകയാണെങ്കിൽ തന്നെയും ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെയുള്ള അളവിൽ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 1 മുട്ടയാണ് 500 ഗ്രാം ചിക്കന് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിലും 1 മുട്ടയുടെ തന്നെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ അതിനേക്കാളും കൂടുതൽ 2 കിലോനൊക്കെ എടുക്കുകയാണെങ്കിലാണ് നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടേണ്ടതുള്ളൂ. അപ്പോൾ 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് 1 മുട്ടയുടെ ആവശ്യം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ മൊരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കന് കോരി മാറ്റി എടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹാഫ് ചിക്കൻ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ബാച്ച് ഇരിക്കുന്നുണ്ട് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് കോരി എടുത്തതിന് ശേഷം നമ്മൾ ഇതേ ഓയിലിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറഞ്ഞ അളവിലുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓയിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ബാച്ചായി പൊരിച്ചെടുക്കാനായിട്ട് ഈ ഓയിൽ തന്നെ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അളവിൽ ചിക്കൻ എടുക്കുകയാണെങ്കിലാണ് ഇടയ്ക്ക് ഓയിലൊന്ന് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഓയിലിൽ തന്നെ അടുത്ത ബാച്ചും കൂടി നമുക്ക് ചിക്കന് ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ ഈ ഓയിലിൽ അടുത്ത ബാച്ച് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മുരിഞ്ഞ് കിട്ടുന്ന ടൈമിനുള്ളിൽ നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ അടുത്ത രണ്ടാമത്തെ ബാച്ച് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്രേവി തയ്യാറാക്കി എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനുള്ള ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽക്കോ മീഡിയം ഫ്ലെയിമിൽക്കോ നമ്മുടെ ഫ്ലെയിം മാറ്റിയിട്ട് വേണം നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം വെക്കണം. അതായത് ഈ വെള്ളത്തിൻ്റെ ചൂടാറിനോട് കൂടി തന്നെ നമ്മളുടെ മുളക് നല്ലപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്ര നേരം മാത്രം നമ്മളിവിടെ വെച്ചാൽ മതിയിട്ടാ. ഇനി നമ്മൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളം ചൂടാറി കിട്ടിയേക്കാണ്. അപ്പോൾ നമ്മൾ ഈ മുളക് വെള്ളത്തിലിട്ട ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക. വെള്ളത്തിൽ നിന്ന് 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് വെള്ളത്തിലിട്ട വെള്ളം ഞാനിവിടെ കളഞ്ഞിട്ടില്ല. അതിൻ്റെ ബാക്കി വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുണ്ടായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ പൊരിച്ച് കോരിയെടുത്ത ഈ ഓയിൽ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഈ പാനിൽ തന്നെ വേറെ കുറച്ച് നല്ല ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു നുള്ളു ജീരകം ഞാൻ കൈകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു നുള്ളു ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ 2-3 തണ്ട് കറിവേപ്പില കഴിക്കുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഇതിലേക്ക് ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ ചിക്കൻ മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല. നമ്മളിത് ഒന്ന് ജസ്റ്റ് പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ ചട്ടിക്ക് നല്ലപോലെ ചൂടുണ്ടായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും നമ്മുടെ മുളകിൻ്റെയൊക്കെ പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളിപ്പോൾ മുളക് വെള്ളത്തിലിട്ടെന്ന് 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. മുഴുവൻ ഒഴിച്ച് കൊടുക്കണ്ട, നമുക്ക് കുറച്ചൊരു ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളൊരു പാത്രത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഉപ്പൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ മുളക് നല്ലപോലെ കഴുകി അതിൻ്റെ തണ്ടൊന്നും കളയാണ്ട് ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ പൊരിച്ച് കോരിയെടുത്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സാക്കി ഈ ഗ്രേവിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയുടെ ആ ഒരു പുളിയും ഇതൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഷുവറുണ്ട്. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും